ഹലോ, അപ്പോൾ നമുക്ക് വെണ്ടക്ക കറി ഉണ്ടാക്കാം. വെണ്ടക്ക കറിക്ക് ആവശ്യമായിട്ടുള്ള വെണ്ടക്ക നമ്മൾ ഇത്ര ഭാഗത്ത് ചട്ടിയിലിട്ടിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളിതിൽ വെണ്ടക്ക കറിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയും ഉള്ളിയും പച്ചമുളകും നമ്മൾ ലേശം ഉലുവി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ആയി വരട്ടി അപ്പോൾ അതിലോട്ട് നമ്മൾ മീനിൻ്റെ തലഭാഗം കൂടി ഈ വെണ്ടയ്ക്ക് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കറി വെക്കുന്നത്. അത് വെണ്ടയ്ക്ക ഒന്ന് അപ്പോഴേക്കും വെണ്ടയ്ക്ക ഒന്ന് നമുക്കൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. നമ്മൾ വെണ്ടയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക മൂത്ത് വന്ന് റെഡി ആയിട്ടുണ്ട്. പാകമായിട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മൾ ഇതൊന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നമ്മൾ വെണ്ടക്ക കറിയിൽ മീനിൻ്റെ തലഭാഗം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മീനിൻ്റെ തലഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഇതിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് അതിലോട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രയാ മീനും വേണ്ടത്, നമ്മൾ എത്ര ആളുകൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ മസാല ഐറ്റംസ് നമ്മളിപ്പോൾ കുറച്ചല്ലേ ഉണ്ടാക്കണുള്ളൂ. അത് കാരണം കുറച്ച് മസാല ചേർക്കണുള്ളൂ. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, നമ്മൾ മുളക് ഇട്ട കാരണം കുറച്ച് മുളക് പൊടി, നെക്സ്റ്റ് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അപ്പം നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് നമ്മൾ തേങ്ങ അരച്ചിട്ട് ഉള്ള കറിയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ ഇവിടെ അരച്ച് റെഡിയായി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങയിലോട്ട് അരക്കുമ്പോൾ അതിൽ ഒരു ചെറിയ ഉള്ളിയും വലിയ ജീരകം കുറച്ച് മാത്രം ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ തേങ്ങ അരച്ചത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരച്ചത് നമ്മളിപ്പോൾ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലേശം വെള്ളം കൂടി മിക്സിയുടെ ഭാഗത്തുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്നിങ്ങനെ ചെറുതായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തു.
ഒഴിച്ച് കൊടുത്തപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ വെണ്ടക്ക നമ്മൾ അതിലോട്ട് ചേർത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ വെണ്ടക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടി നമ്മൾ ഒന്ന് തിളച്ച് വരണം. അതായത് നല്ലപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ലേശം പുളി അതിലോട്ട് ആഡ് ചെയ്യണം. എന്നാൽ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവും. ലേശം മതി, ഒരുപാട് വേണ്ട. അപ്പോൾ ഒരു പുളിൻ്റെ ഒരു സ്ലോയ ഉണ്ട്. അപ്പോൾ നമ്മൾ ലേശം പുളി ആഡ് ചെയ്തിട്ടുണ്ട് വരും. പിന്നെ അതിപ്പോൾ നമ്മൾ റെഡിയായി വരുന്നുണ്ട്. അപ്പോഴത്തേനും ഇപ്പോൾ വെയിലായില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വെയിൽ നല്ലപോലെ ദാഹെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് അവിലുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നല്ലപോലെ അത് കുതിർത്തിയിട്ട് അതിലോട്ടൊരു ചെറുപഴം ഉണ്ടായിരുന്നു. അത് മിക്സ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിലോട്ട് ലേശം പഞ്ചസാര ചേർത്തി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊടിയുന്നൊരു ഗ്ലാസ് അപ്പോൾ നമ്മൾ പിന്നെ ചേർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴവും അവിലും ലേശം പഞ്ചസാരയും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇതായിട്ട് നമ്മളൊന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതായത് വെയിലൊക്കെ ആകുമ്പോൾ ഭയങ്കര ദാഹം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ദാഹം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു ഇതായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്യും. അപ്പോഴത്തേന് നമ്മളെ കറി ഒന്ന് നമ്മൾ ചെന്ന് നോക്കുക, നമ്മളെ കറി എന്തെയ്ക്കണമെന്ന്. അപ്പോൾ നമ്മളെ കറിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. Thank you for watching.